welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ലെമനേഡ് ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളം. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ടേസ്റ്റി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്ത ബെല്ലൈക്കൺ ഉണ്ട് അതും ക്ലിക്ക് ചെയ്യൂ. ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ലെമണേഡ് ഉണ്ടാക്കാൻ തുടങ്ങാം, നാരങ്ങ വെള്ളം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഗ്ലാസ് അല്ല, കപ്പിലാണ് കേട്ടോ ഞാൻ അളവെടുത്തിരിക്കുന്നത്. ഒരു അര കപ്പും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വരണ മാതിരിയാണ് അളവ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ നീര് ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ഒന്ന് കുരുവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ്. ഓക്കെ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇനി ഞാൻ ഇതിലേക്ക് സിമ്പിൾ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിൾ സിറപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ നാരങ്ങ നീരും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ പോരാ, നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയായി. സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് ഈ ഒരു നാരങ്ങ വെള്ളം. ഓക്കെ, ഇനി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പം തന്നെ സെർവ് ചെയ്യണ്ട. ഇത് അങ്ങനെ ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ചില്ലായിട്ട് വരും. എന്നിട്ട് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്തില്ല, ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ഇട്ടിട്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.